Hi dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 1.3 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. റീവിസിറ്റിംഗ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് 1.3 ചെയ്യുന്നതിനേക്കാൾ മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടണം. തിയറം 1.3 പേജ് നമ്പർ 12. Just read it, okay? If P be a prime number, if P divides A square, then P divides A, where A is a positive integer. What is theorem says? If P divides A square, then P divides A. ഇങ്ങനൊരു തിയറമാണ് നമ്മൾ പഠിക്കുന്നത്. where A is a positive integer. തിയറം 1.3 ആണ് കേട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. തിയറം എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് P divides A square, then P divides A. തിയറം അറിയാനായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. നമുക്കറിയാം 2 divides 64. 64 എന്ന് പറഞ്ഞാൽ ഏതാ 8 സ്ക്വയർ ആണ് അല്ലേ. സോ വി ക്യാൻ സേ 2 divides 8 square. So if 2 divides 8 square, then theorem says that 2 divides 8 also. നോക്കൂ 2 8 സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 8നെയും ഡിവൈഡ് ചെയ്യും. ഇതാണ് തിയറം പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ നമ്പറിനെയും എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും. ഇതാണ് പറയുന്നത്. നമുക്കറിയാം 3 divides 3 സ്ക്വയർ അല്ലെങ്കിൽ 3 divides 9 സ്ക്വയർ എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 divides ഏതാണെന്ന് പറയാം 9 ഓൾസോ എന്ന് പറയാം. ഇതാണ് പറയുന്നത്. ഒരു നമ്പറിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. 2 8 സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 8നെയും ഡിവൈഡ് ചെയ്യും. 3 9 സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 9നെയും ഡിവൈഡ് ചെയ്യും. അതാണ് പറയുന്നത്. ഇഫ് P divides A square, where A is a positive integer എന്ന് പറയുന്നത്, then P divides A also. ഇതാണ് തിയറം പറയുന്നത്. ഈ തിയറം നന്നായി മനസ്സിലാക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴെ തിയറം 1.4 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ആണ്. ആക്ച്വലി അത് പ്രോബ്ലം ആണെന്ന് പറയാം അല്ലേ, കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തിയറം 1.4 √2 ഈസ് ഇറേഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ തിയറം 1.4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ അതൊരു പ്രോബ്ലം പോലെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. √2 ഈസ് ഇറേഷണൽ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. √2 ഈസ് ഇറേഷണൽ. നോക്കൂ, ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം ശ്രദ്ധിക്കണം. √2 ഈസ് ഇറേഷണൽ എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഈ ചാപ്റ്ററിൽ പല സ്ഥലത്തും നമ്മൾ ആ മെത്തേഡ് അപ്ലൈ ചെയ്യും അല്ലേ. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. എന്താണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ? നമുക്ക് ഇറേഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ഇതൊരു റേഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വിചാരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു റേഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം പ്രൊസീഡ് ചെയ്ത് അവസാന സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ കിട്ടും അല്ലേ. നമ്മൾ എന്താണോ വിചാരിച്ചത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അവസാനം കിട്ടുക. അതാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അങ്ങനെ കോൺട്രഡിക്ഷൻ വരുമ്പോൾ നമ്മൾ പറയും ഈ കോൺട്രഡിക്ഷൻ സംഭവിക്കാനായിട്ടുള്ള റീസൺ എന്താണ്? നമ്മുടെ അസംഷനാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? അതൊരു റേഷണൽ നമ്പർ ആയിരുന്നു അല്ലേ. ആ അസംഷൻ തെറ്റായതുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ റേഷണൽ നമ്പർ, ഇറ്റ് വിൽ ബി ആൻ ഇറേഷണൽ നമ്പർ. ഇങ്ങനെയുള്ള മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഇതിൻ്റെ നെക്സ്റ്റ് എക്സസൈസിൽ എല്ലാ പ്രോബ്ലം ഈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും. എന്നിട്ടൊരു കോൺട്രഡിക്ഷനിൽ എത്തുമ്പോൾ നമ്മൾ പറയും നമ്മൾ വിചാരിച്ചത് തെറ്റാണ്, അതുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇറേഷണൽ നമ്പർ. ഇങ്ങനെയാണ് ചെയ്യുക. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ആ മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നോക്കൂ എങ്ങനെയാണ് ചെയ്യണമെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? √2 ഈസ് ഇറേഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ ആദ്യം ഞാൻ അസ്യൂം ചെയ്യാണ് let us assume that
റൂട്ട് 2 ഈസ് റേഷണൽ. ഇറേഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? ഇതൊരു റേഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കാം. വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് എ റേഷണൽ നമ്പർ. നമുക്കറിയാം ഒരു റേഷണൽ നമ്പർ ഓൾവേസ് ക്യാൻ റിട്ടേൺ ഇൻ ഫോം ഓഫ് പി ബൈ ക്യൂ. വി സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 ക്യാൻ ബി റിട്ടേൺ ആസ് പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ റൂട്ട് 2 റേഷണൽ നമ്പർ ആണെങ്കിൽ അതിന് ഏത് ഫോമിൽ എഴുതാം? പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാം. വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. നമുക്കറിയാം ഏതൊരു റേഷണൽ നമ്പറിനെയും പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാം. ഇനി സപ്പോസ് ദർ ഇസ് എ കോമൺ നമ്പർ ഇൻ പി ആൻഡ് ക്യൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 3/6 എന്നാന്ന് വിചാരിക്കാം നമ്മുടെ പി ബൈ ക്യൂ എന്നുള്ള ഫോം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് 3/6 വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലേ? 3/6 2 ടൈംസ്. അപ്പോൾ 3/6 എന്ന ഫോമിലാണെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് വേറൊരു ഫോമിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം അല്ലേ? അതാണ് പറയുന്നത്. ഇത് പി ബൈ ക്യൂ എന്നുള്ള ഫോമാണ്. പക്ഷെ പിയിലും ക്യൂവിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ടേം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടേം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കോമൺ ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് 2 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ ബൈ ബി. എന്താണ് എ ബൈ ബി എന്ന് പറയുന്നത്? പിയിലെ ക്യൂയിലെയും കോമൺ ടേം ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിൽ ഇനി കോമൺ ടേം ഒന്നും വരില്ല. അങ്ങനെയുള്ള ടേമിനെയാണ് എ ബൈ ബി എന്ന് പറയുന്നത്. വേർ എ ആൻഡ് ബി ആർ, വി ക്യാൻ സേ വേർ എ ആൻഡ് ബി ആർ കോ പ്രൈം. അതാണ് കണ്ടീഷൻ. എ ആൻഡ് ബി ആർ കോ പ്രൈം. എന്താണ് കോ പ്രൈം എന്ന് പറഞ്ഞാൽ? എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു നമ്പേഴ്സും ഉണ്ടായിരിക്കില്ല, കോമൺ ആയിട്ട് ഒരു ടേമും ഇല്ല. അതിനെയാണ് നമ്മൾ കോ പ്രൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് റൂട്ട് 2 എന്നതിന് ആദ്യം പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതി അതിലെ കോമൺ ടേം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തതാണ് എന്ത്? എ ബൈ ബി എന്ന് പറയുന്നത്. അവിടെ എയും ബിയും എന്താ? കോ പ്രൈമാണ്. എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു നമ്പറും എയിലും ബിയിലും ഉണ്ടായിരിക്കില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബി ഡിവൈഡഡ് ബൈ ബീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ റൂട്ട് 2 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എന്താന്ന് പറയാം? എ എന്ന് പറയാം അല്ലേ? ഡിവൈഡ് ചെയ്യുന്ന ബീനെ അപ്പുറത്തേക്ക് ഉണ്ടായി റൂട്ട് 2 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുക, റൂട്ട് കളയാനായിട്ട് കേട്ടോ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 2 ബി ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ സ്ക്വയർ എന്നായി അല്ലേ? റൂട്ട് 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണല്ലേ? ബീനെ സ്ക്വയർ ചെയ്യുമ്പോൾ ബി സ്ക്വയറായി. സോ 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? എ സ്ക്വയർ എന്ന് വരും അല്ലേ? നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇതിൻ്റെ അർത്ഥം 2 ഇൻറ്റു ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 2 ഡിവൈഡ്സ് ഇവിടെ എഴുതാം 2 ഡിവൈഡ്സ് ഏതാണ് റൈറ്റ് സൈഡിലെ നമ്പർ? എ സ്ക്വയർ. അതായത് എ സ്ക്വയറിനെ 2ൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എ സ്ക്വയറിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് പറഞ്ഞത് 2 ഡിവൈഡ്സ് എ സ്ക്വയർ എന്ന് പറയാം. കാരണം എ സ്ക്വയർ 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് ഇനി തിയറം പറയേണ്ടത് നേരത്തെ നമ്മൾ പഠിച്ച തിയറാണ്, അല്ലെങ്കിൽ പറഞ്ഞ തിയറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞു ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ ഓൾസോ. ഒരു നമ്പറിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ തിയറം കേട്ടോ 1.3. അങ്ങനെയാണെങ്കിൽ ബൈ തിയറം യു ക്യാൻ സേ ദാറ്റ് 2 ഡിവൈഡ്സ് എ ഓൾസോ. എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് എനെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 ഡിവൈഡ്സ് എ എന്നൊരു റിസൾട്ട് നമുക്കിവിടെ കിട്ടി. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 2c. എക്ക് 2c എന്നുള്ളൊരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് 2 എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്പർ 2 ആയതുകൊണ്ടാണ് നമ്മൾ എക്ക് പകരം 2c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഇവിടെ 3 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 3c. 5 ആണെങ്കിൽ 5c. അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 2c. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 2c ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? 2c ഓൾ സ്ക്വയർ എന്ന് വരും അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് വിൽ ബി 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c ഓൾ സ്ക്വയർ. വെൻ യു സ്ക്വയർ ഇറ്റ് 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഈസ് 4, then it is 4
c square you will be getting. Then you can see both sides we have a common term 2, isn't it? So divide throughout by 2. Dividing by 2 on both sides, what you will be getting? 2b square, if you divide it by 2, 2 can be cancelled. 4c square, if you divide it by 2, it will be 2c square. We are dividing 2 on both sides. So you will be getting b square is equal to 2c square. Now b square you written in form of 2 into c square as a product of 2. So from this you can say that 2 divides, what is the other term on left hand side? B square. So you can say that 2 divides b square. നോക്കൂ, ബി സ്ക്വയറിനെ 2 ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താ പറയാൻ പറ്റുക? 2 ഡിവൈഡ്സ് ബി സ്ക്വയർ എന്ന് പറയാം. ഇനി 2 ഡിവൈഡ്സ് ബി സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ തിയറം പറയണത് എന്താ? ഇഫ് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ, അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡ്സ് ബി ഓൾസോ. സോ വി ക്യാൻ സേ ദാറ്റ് 2 ഡിവൈഡ്സ് ബി ഓൾസോ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 2 ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറയണം. എന്താ പറയാൻ കാരണം? ബി സ്ക്വയറിനെ 2 ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാം, 2ൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് അർത്ഥം. സോ 2 ഡിവൈഡ്സ് ബി സ്ക്വയർ എന്ന് നിങ്ങൾക്ക് പറയാം. ഇനി 2 ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 ഏതിനെയും ഡിവൈഡ് ചെയ്യാം? ബിനെയും ഡിവൈഡ് ചെയ്യാം. തിയറം പറയേണ്ടത് അല്ലേ. ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ ഓൾസോ. ആ തിയറം ഉപയോഗിച്ച് 2 ഡിവൈഡ്സ് ബി ഓൾസോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇപ്പോൾ 2 റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കൊന്ന്, ആദ്യത്തെ റിസൾട്ട് 2 ഡിവൈഡ്സ് എ, ഇപ്പോൾ കിട്ടിയത് ഏതാ? 2 ഡിവൈഡ്സ് ബി. അപ്പോൾ 2 എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എനെയും ബിനെയും ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2. എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്ന ടേമാണ് ഏത്? 2. സോ 2 ഡിവൈഡ്സ്, ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് എ ആൻഡ് ബി. ഇവിടെ എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2 എന്ന് പറഞ്ഞു, ഇവിടെ ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2 എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ 2 എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ടേം ആണ് ഏത്? 2 എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എ ആൻഡ് ബി ഹാവ് എ കോമൺ ടേം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത് എന്താ? എ ആൻഡ് ബി ഹാവ് കോമൺ ടേം. ഏതാണ് ആ കോമൺ ടേം? ഇറ്റ് ഈസ് 2. എ ആൻഡ് ബി ഹാവ് കോമൺ 2. അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കൂ, ആദ്യം എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എക്കും ബിക്കും കോമൺ ആയിട്ട് ടേമുകളൊന്നുമില്ല അല്ലേ. അതല്ല ഇവിടെ എഴുതിയത് എ ആൻഡ് ബി ആർ കോ പ്രൈം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? എക്കും ബിക്കും കോമൺ ആയിട്ട് ടേമുകളൊന്നുമില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 2 എന്ന് പറയുന്ന നമ്പർ എക്കും ബിക്കും കോമൺ ആയിട്ടുണ്ട് എന്ന് പറയണു. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കണേ? കോൺട്രഡിക്ഷനാണ്. മുമ്പ് പറഞ്ഞതിന് പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അല്ലേ. സോ ബോത്ത് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻ വരാനായിട്ടുള്ള റീസൺ എന്താ? അവർ അസംഷൻ വാസ് റോങ്. അപ്പോൾ അവസാനം നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്. അവർ അസംഷൻ വാസ് റോങ്. അതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ സംഭവിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞത്? അസംഷൻ റോങ് ആയിരുന്നു. എന്തായിരുന്നു നമ്മുടെ അസംഷൻ? √2 റേഷണൽ നമ്പർ ആണെന്ന് വിചാരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ സംഭവിച്ചത്. വിച്ച് മീൻസ് ദാറ്റ് വിച്ച് വിൽ ബി ദ കറക്റ്റ്? √2 ഈസ് നോട്ട് എ റേഷണൽ നമ്പർ, ഹെൻസ് √2 വിൽ ബി എ ഇറേഷണൽ നമ്പർ. അങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ. ഈ കോൺട്രഡിക്ഷൻ വരാനായിട്ടുള്ള കാരണം എന്താ? നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ പറയും അവർ അസംഷൻ വാസ് റോങ്, ഹെൻസ് √2 ഈസ് ഇറേഷണൽ എന്ന് പറയും. ഈ മെത്തേഡാണ് പറയുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഡു question number 1, exercise 1.3. We are going to do exercise 1.3. First question, prove that √5 is irrational.
Exercise 1.3, first question. Prove that root 5 is irrational. This is similar to the last question, isn't it? കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റൂട്ട് 5 ഈസ് ഇറാഷണൽ. ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തേതാ റൂട്ട് 2 ഈസ് ഇറാഷണൽ. അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം അല്ലേ. ചെയ്യാനായിട്ട് നോക്കൂ. ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, ഏത് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അല്ലേ. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യും അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റേഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലെറ്റ് us assume that റൂട്ട് 5 ഈസ് റേഷണൽ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇറേഷണൽ ആണെന്നാണ്, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുക അപ്പോൾ എന്താ, റൂട്ട് 5 റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും അല്ലേ. സോ റൂട്ട് 5 റേഷണൽ ആണെങ്കിൽ റൂട്ട് 5നെ എങ്ങനെ എഴുതാം? റൂട്ട് 5 ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് എഴുതാം. വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ റേഷൻ നമ്പർ ആണെങ്കിൽ പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാം. അതിലെ കോമൺ ടേം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇതിനെ റൂട്ട് 5 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ ബൈ ബി എന്ന് എഴുതാം അല്ലേ. സോ റൂട്ട് 5 ഈസ് ഈക്വൽ ടു വാട്ട് യു ക്യാൻ സേ എ ബൈ ബി, വേർ എ ആൻഡ് ബി ആർ co-prime. So it is a condition A and B are co-prime. അതായത് എ ബി co-prime എന്ന് പറഞ്ഞാൽ അർത്ഥം എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു ടേമും വരുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. എ ആൻഡ് ബി ആർ co-prime എന്ന് പറയണം. സോ ഇഫ് എ ആൻഡ് ബി ആർ co-prime വി ക്യാൻ റൈറ്റ് റൂട്ട് 5 ഈസ് ഈക്വൽ ടു എ ബൈ ബി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ റൂട്ട് 2 ആണ്, ഇവിടെ റൂട്ട് 5 ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. ബി ക്യാൻ ബി ടേക്കൺ ടു ലെഫ്റ്റ് സൈഡ് അല്ലേ. ബീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ മാറിയിട്ട് എന്താവും, മൾട്ടിപ്ലിക്കേഷനായി. റൂട്ട് 5 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി എ. അപ്പോൾ റൂട്ട് 5 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ എന്നായി. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം അല്ലേ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൂട്ട് 5b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ സ്ക്വയർ എന്നായി വരും. റൂട്ട് 5നെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും അല്ലേ, ബാക്കി എന്താവും? 5 ആയിരിക്കും. ബീനെ സ്ക്വയർ ചെയ്യുമ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായി? എ സ്ക്വയർ എന്നായി. ഇപ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് എ സ്ക്വയർ അല്ലേ. സോ 5 ഡിവൈഡ്സ് എന്തെന്ന് പറയാം? എ സ്ക്വയർ. 5 ഡിവൈഡ്സ് എ സ്ക്വയർ എന്ന് പറയാം. കാരണം എ സ്ക്വയറിനെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയണേ. സോ 5 ഡിവൈഡ്സ് എ സ്ക്വയർ. ഇനി 5 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ തിയറം വി ക്യാൻ സേ ദാറ്റ് 5 ഡിവൈഡ്സ് എ ഓൾസോ. 5 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 എനെയും ഡിവൈഡ് ചെയ്യും. ഏതോ തിയറം ഉപയോഗിച്ചത്? ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ ഓൾസോ. ആ തിയറാണ് അവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് 5 ഡിവൈഡ്സ് എ എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എന്തെന്ന് അസ്യൂം ചെയ്യുക? 5c. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2c ആയിരുന്നു അല്ലേ, അവിടെ 2 ആയിരുന്നു, ഇവിടെ ഏതാ 5 ആണ്. സോ ലെറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? 5c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വിൽ ബിക്കം റൂട്ട് 5b കറക്ഷൻ എ ഈക്വൽ ടു 5c എന്ന് നമ്മൾ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ? 5c ആണ് അല്ലേ. സോ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 5c ഹോൾ സ്ക്വയർ എന്നായി. ഇവിടെ എക്ക് പകരം 5c എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 2c എന്നാണ് കൊടുത്തത്, അവിടെ 2 ആയിരുന്നു അല്ലേ. ഇവിടെ 5c ഹോൾ സ്ക്വയർ വിച്ച് മീൻസ് 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആയി, c സ്ക്വയർ 25c സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഏത് വരുന്നുണ്ട്? 5 വരുന്നുണ്ട് അല്ലേ. സോ വാട്ട് യു ക്യാൻ സേ? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 5 കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 ക്യാൻസൽ ആയിട്ട് b സ്ക്വയർ ഈസ് ഈക്വൽ ടു
5c² എന്നായി. രണ്ട് സൈഡിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. എന്ന് പറഞ്ഞാൽ b² = 5 × c² എന്ന് പറഞ്ഞാൽ b²നെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 5 ഡിവൈഡ്സ് എന്ത് പറയാൻ പറ്റും, b² എന്ന് പറയാം. കാരണം b²നെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയാൽ അതിൻ്റെ അർത്ഥം b²നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നർത്ഥം. സോ 5 ഡിവൈഡ്സ് b² എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5 ഡിവൈഡ്സ് b² ആണെങ്കിൽ എന്ത് പറയാം, 5 ഡിവൈഡ്സ് b ഓൾസോ. തിയറം ഉപയോഗിച്ചിട്ട് അല്ലേ. സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ തിയറാണ് നമ്മൾ അപ്ലൈ ചെയ്തത് കേട്ടോ. സോ 5 ഡിവൈഡ്സ് b ഓൾസോ. നോക്കൂ, ഇവിടെ 5 ഡിവൈഡ്സ് a ഉണ്ട്. ഇവിടെ എന്താ കിട്ടിയത്, 5 ഡിവൈഡ്സ് b എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡ്സ് രണ്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 5 ഡിവൈഡ്സ് a ആൻഡ് b എന്ന് പറയാം. എനെയും ബിനെയും ഡിവൈഡ് ചെയ്യണ നമ്പറാണ് ഇത് 5 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം, a and b have a common term. What is that common term? 5. അതിൻ്റെ അർത്ഥം എന്താ, a and b have common factor. ഏതാണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്, 5 അല്ലേ. 5 എനെയും ബിനെയും ഡിവൈഡ് ചെയ്യണമെങ്കിൽ a and b have common factor 5 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. എന്താ കോൺട്രഡിക്ഷൻ എന്ന് പറയാൻ കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞു √5 = a/b. അതിൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ടേമുകളൊന്നുമില്ല. അതാണ് കോപ്രൈം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ എഴുതിയത്, എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു ടേം വരുന്നുണ്ട്. ഏതാണ് ആ കോമൺ ടേം, 5 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അല്ലേ. അതിനാണ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഫാക്ടർ ഒന്നുമില്ല, ഇപ്പോൾ പറയണത് അതിൽ കോമൺ ഫാക്ടർ ഉണ്ട്. സോ വാട്ട് ഹാപ്പൻ, വി ഗോട്ട് കോൺട്രഡിക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് അവസാനം എഴുതുക, ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് because our assumption was wrong. ഇങ്ങനെ ആ സെൻറ്റൻസ് ആഡ് ചെയ്യണം ലാസ്റ്റ് കേട്ടോ. ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ അസംഷൻ, √5 ഈസ് റേഷണൽ. അതായിരുന്നു നമ്മുടെ അസംഷൻ അല്ലേ. അത് റോങ് ആണ്. അത് റോങ് ആണെന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെങ്കിൽ അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതായിരിക്കും, √5 ഈസ് ഇറേഷണൽ. ഈ കോൺട്രഡിക്ഷൻ വരാനായിട്ടുള്ള എന്താ കാരണം, നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റായതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ വന്നത്. So it's happened because our assumption was wrong, therefore √5 is എന്തെന്ന് പറയാം അവസാനം, irrational. അങ്ങനെ പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാനായിട്ട്. So what you can say, √5 is irrational എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഏതൊരു പ്രോബ്ലം വന്നാലും, ഇപ്പോൾ നമ്മൾ √2 ചെയ്തു, √5 ചെയ്തു അല്ലേ, √3 ആയാലും √7 ആയാലും എല്ലാം ഇതേ പ്രൊസീജിയർ തന്നെ. ആദ്യം എന്ത് ചെയ്യുക, ഇറേഷണൽ എന്നാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും, കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. കോൺട്രഡിക്ഷൻ വരുന്നത് എന്താ, അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്താണെന്ന് പറയും, ഇറേഷണൽ. ഈ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും √3 ആയാലും √5 ആയാലും √2 ആയാലും ഏത് വന്നാലും ഇതേപോലെ തന്നെ ചെയ്യാം, നമ്പർ മാത്രം അവിടെ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ്. 2 പ്രോബ്ലം ചെയ്ത് പഠിച്ചു നമ്മൾ. അതുപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2, exercise 1.3 question number 2 ആണ്. Prove that 3 + 2 √5 is irrational. Second question da, 3 + 2 √5 is irrational. ഇവിടെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് പ്രോപ്പർട്ടി, നമ്മൾ 9th പഠിച്ചതാണ്. എന്താ, ഒരു ഇറേഷണൽ നമ്പറും ഒരു റേഷണൽ നമ്പറും ഒരു ഇറേഷണൽ നമ്പറും തമ്മിൽ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ആൻസർ വിൽ ബി ഓൾവേസ് വാട്ട് ഇറ്റ് വിൽ ബി ഇറേഷണൽ. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യണം. റേഷണൽ നമ്പർ ഇറേഷണൽ നമ്പറായിട്ട് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഇറേഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ നോൺ സീറോ റേഷണൽ നമ്പർ, ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ സീറോ റേഷണൽ നമ്പർ ഇഫ് യു മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് വിത്ത് ഇറേഷണൽ നമ്പർ ആൻസർ വിൽ ബി ഓൾവേസ് ഇറേഷണൽ. ഒരു നോൺ സീറോ റേഷണൽ നമ്പർ ഇറേഷണൽ നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഇറേഷണൽ. ഇവിടെ ഒരു കണ്ടീഷൻ പറയാനായിട്ടുള്ള കാരണം നമുക്കറിയാം, 0 എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പറാണ്. 0ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ് വരിക. അപ്പോൾ ആൻസർ ഏതാ വരിക, റേഷണൽ നമ്പറാണ് വരിക. അപ്പോൾ 0 എന്ന കേസിൽ
ഈ പറഞ്ഞ പ്രോപ്പർട്ടി അത് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് നോൺ സീറോ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോനെ മൾട്ടിപ്ലൈ ചെയ്ത സീറോ ആണ്, സീറോനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും സീറോ ആണ്. അപ്പോൾ സീറോ വരുന്ന കേസിൽ ആൻസർ എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ ആൻസർ ഇറേഷണൽ അല്ല വരിക, എന്താ വരിക, റേഷണൽ ആണ് വരിക. അതുകൊണ്ടാണ് അവിടെ ഒരു കണ്ടീഷൻ ആഡ് ചെയ്തത്, നോൺ സീറോ റേഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും റേഷണൽ നമ്പർ സീറോ ആവാൻ പാടില്ല. വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ഇഫ് യു മൾട്ടിപ്ലൈ വിത്ത് ഇറേഷണൽ ഓർ ഡിവൈഡ് വിത്ത് ഇറേഷണൽ ആൻസർ വിൽ ബി ഇറേഷണൽ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു റേഷണൽ നമ്പറും ഒരു ഇറേഷണൽ നമ്പറും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക, ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഇറേഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും സീറോ എന്നത് എടുക്കാൻ പാടില്ല. അതാണ് നോൺ സീറോ എന്ന് പറഞ്ഞത്. അത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇത് പറയാം. നോക്കൂ, √5 എന്ന് പറയുന്നത് ഇറേഷണൽ അല്ലേ, 2 എന്ന് പറയുന്നത് റേഷണലാണ്. അപ്പോൾ റേഷണലും ഇറേഷണലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എന്തായിരിക്കും വരിക, റേഷണലും ഇറേഷണലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എന്തായിരിക്കും വരിക, ഇറ്റ് വിൽ ബി ഓൾവേസ് ഇറേഷണൽ. 3 എന്ന് പറയുന്നത് എന്താ, റേഷണലാണ്. അപ്പോൾ റേഷണലും ഇറേഷണലും എന്നുള്ള പോലെയല്ലേ വരിക. അപ്പോൾ ആൻസർ ഇപ്പോഴും എന്തായിരിക്കും, ഇറേഷണലാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം, നോക്കൂ, √5 റേഷണലാണ്, 2 റേഷണലാണ്. അപ്പോൾ ഒന്ന് ഇറേഷണൽ ഒന്ന് റേഷണലായാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറേഷണലായി. 3 എന്ന് പറയുന്നത് ഓൾറെഡി റേഷണലാണ്. അപ്പോൾ വീണ്ടും റേഷണൽ വിത്ത് ഇറേഷണൽ അല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക, ഇറേഷണൽ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു ടേം തന്നാൽ അതെന്താണ്, ഇറേഷണൽ ആയിരിക്കും പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. ഓക്കെ, നമ്മളിവിടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടല്ല ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കിതുപോലെ പ്രൂവ് ചെയ്യണം ഇതൊരു ഇറേഷണൽ നമ്പർ ആണെന്ന്. അപ്പോൾ പ്രോപ്പർട്ടി ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ഞാൻ ഇനി ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് അതേപോലെ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പറയുന്നത്, നിങ്ങൾക്ക് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണോ, നിങ്ങൾ ആദ്യം എന്ത് വിചാരിക്കും, റേഷണൽ ആണെന്ന് വിചാരിക്കും. നേരെ തിരിച്ച് വിചാരിക്കുക. സോ ഇതൊരു റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്ത് തുടങ്ങും, എന്നിട്ട് നമുക്കൊരു കോൺട്രഡിക്ഷനിലെത്തും. കോൺട്രഡിക്ഷനിലെത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ അസംഷൻ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ടേം എന്തായിരിക്കും, ഇറേഷണൽ. മനസ്സിലായി. ഇവിടെയും ഈ എക്സസൈസിലെ എല്ലാ പ്രോബ്ലം നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us assume that ഏതാ നമുക്ക് തന്നിട്ടുള്ള ടേം 3 + 2√5 ഈസ് റേഷണൽ. ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, പക്ഷെ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3 + 2√5 റേഷണൽ നമ്പറിനൊക്കെ p/q എന്നുള്ള ഫോമുല എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ അങ്ങനെയാണ് കഴിഞ്ഞ 2 പ്രോബ്ലം ചെയ്തത്. അതിലെ കോമൺ ടേം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ അതിനെ a/b എന്ന് എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ ഇനി എഴുതുന്നത് a/b എന്ന് ഡയറക്റ്റ് എഴുതാൻ പോവാണ്. p/q എന്നുള്ള ഫോം എഴുതി കോമൺ ടേം ക്യാൻസൽ ചെയ്ത a/b എന്നുള്ള സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്. സോ വാട്ട് യു ക്യാൻ റൈറ്റ് 3 + 2√5 ഈസ് ഈക്വൽ ടു എന്താന്ന് പറയാം, a/b വേർ a and b ആർ വാട്ട് ഈസ് എ കണ്ടീഷൻ, കോ പ്രൈം. കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ ചെയ്ത പോലെ തന്നെ എയും ബിയും എന്ത് ടേംസ് ആണെന്ന് വിചാരിക്കുക, കോ പ്രൈം. ഒന്നുകൂടി ഞാൻ പറയാം, ഇതൊരു റേഷണൽ നമ്പർ ആണെങ്കിൽ ഇതിനെ p/q എന്ന ഫോമിൽ എഴുതാം, ഉറപ്പാണ്. അതിൽ കോമൺ ടേം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ a/b എന്ന ഫോമിൽ എഴുതാം, വേർ a and b ആർ കോ പ്രൈം. എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു നമ്പറും വേറെ ഇല്ല. അതാണ് കോ പ്രൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇവിടെ റൂട്ടുള്ളൊരു ടേം ഉണ്ടായിരിക്കും അല്ലേ. അത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. റൂട്ടുള്ളൊരു ടേം ഉണ്ടാവും, അതുമാത്രം ഒരു സൈഡിൽ കീപ്പ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ടേമുകളെയും ഓരോന്നായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ √5 ഒഴിച്ച്, അതായത് ഈ ടേമിനെ ആദ്യം ഇവിടെ നിർത്താം, പിന്നെ 3 എന്ന ടേമിനെ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. റൂട്ടുള്ള ടേമുകളിനെ ഒറ്റയ്ക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വി നീഡ് ടു ഗെറ്റ് √5 അലോൺ ഓൺ വൺ സൈഡ്. മനസ്സിലായി. അപ്പോൾ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2√5 ഈസ് ഈക്വൽ ടു a/b. when you take 3 to the other side it will be -3. don't make mistake. 3 എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3 എന്നായിട്ട് വരും. it will change. now when you take LCM, as you know 3 can be assumed as 3/1 അല്ലേ. 3യുടെ അടിയിൽ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ വെറുതെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. what you will be getting a - 3b divided by b. take an LCM, a - 3b divided by b. so 2√5 is equal to a - 3b by b. LC എടുത്തു കേട്ടോ റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, റൂട്ടിൻ്റെ ടേം മാത്രം അലോൺ വൺ സൈഡ് വേണമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ √5 മാത്രമേ ഇവിടെ വേണ്ടോ,
2 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ √5 ഈസ് ഈക്വൽ ടു a മൈനസ് 3b മൾട്ടിപ്ലിക്കേഷൻ വിൽ ചേഞ്ച്ഡ് ഇൻ ടു ഡിവിഷൻ. അപ്പോൾ എന്താ വരിക, താഴേക്ക് വരും അല്ലേ. 2 വിൽ ബി ഇൻ ദ ഡിനോമിനേറ്റർ 2b. നൗ യു സീ ദാറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു ടേം കിട്ടിയിട്ടുണ്ട്. നല്ലോണം നോക്കുക. എ എന്ന് പറയുന്നത് ഇവിടെ എ ആൻഡ് ബി ആർ കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞാൽ എയും ബി ഇൻറ്റീജേഴ്സ് ആയിരിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ ഒരു ഇൻറ്റീജറാണ് അല്ലേ. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും കേട്ടോ. എയും ബി എല്ലായ്പ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ 3b എന്നാണ് അല്ലേ. 3 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്, ബി എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. ഒരു ഇൻറ്റീജറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ് വരിക, വേറൊരു ഇൻറ്റീജർ ആയിരിക്കും വരിക. ഉദാഹരണമായിട്ട് 2 into 3 what you will be getting 6. It is also an integer. 2 into -4 -8 that also an integer. So when you multiply an integer with integer it will be always an integer. അപ്പോൾ 3b എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെന്നുള്ള കാര്യം ഷുവറാണ്. എ എന്ന് പറയുന്നത് ഓൾറെഡി എന്താ, ഇൻറ്റീജർ ആണ്. അപ്പോൾ എഗെയിൻ ഇൻറ്റീജർ മൈനസ് ഇൻറ്റീജർ എന്ന ഫോമിലല്ലേ വരിക ന്യൂമറേറ്റർ. ഒരു ഇൻറ്റീജർ എന്ന് ഒരു ഇൻറ്റീജർ മൈനസ് ചെയ്താൽ എല്ലായ്പ്പോഴും വേറൊരു ഇൻറ്റീജർ തന്നെയാണ് വരിക അല്ലേ. 6 - 3 3 ഒരു ഇൻറ്റീജർ അല്ലേ. 10 - 2 8 ഒരു ഇൻറ്റീജർ അല്ലേ. അപ്പോൾ ഒരു ഇൻറ്റീജറിന് വേറൊരു ഇൻറ്റീജർ മൈനസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ആൻ ഇൻറ്റീജർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ന്യൂമറേറ്റർ വിൽ ബി ഓൾവേസ് ആൻ ഇൻറ്റീജർ. മനസ്സിലായോ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരുന്നാലും അതൊരു നമ്പർ ആയിരിക്കും, ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റീജർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ബി ഒരു ഇൻറ്റീജറാണ്, 2 ഒരു ഇൻറ്റീജറാണ്. ഇൻറ്റീജറും മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാ, വേറൊരു ഇൻറ്റീജറാണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു p/q എന്ന ഫോമിലാണെന്ന് പറയാം. മുകളിലൊരു നമ്പർ ആയിരിക്കും വരിക, താഴെയും ഒരു ഇൻറ്റീജർ ആയിരിക്കും വരിക. അപ്പോൾ ഏത് ഫോമാണ്, p/q എന്ന ഫോമാണ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ a മൈനസ് 3b divided by 2b is in form of p/q അല്ലേ, is in form of p/q. Hence a minus 3b divided by 2b is a rational number. p/q എന്നുള്ള ഫോമിൽ വരുന്നുണ്ടെങ്കിലൊക്കെ അത് എന്ത് നമ്പർ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് എ റേഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് p/q എന്നുള്ള ഫോമാണെന്ന് ഞാൻ പറഞ്ഞു, ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ എന്നുള്ള ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു റേഷണൽ നമ്പറാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. സോ വി ക്യാൻ സേ a മൈനസ് 3b ബൈ 2b ഈസ് എ റേഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ RHS ഒരു റേഷണൽ നമ്പറാണെന്ന് നമുക്ക് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് റേഷണൽ നമ്പറാണ്, അതിന് ഈക്വലാണ് √5. ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, റേഷണൽ നമ്പറാണ്. കാരണം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഈക്വാലിറ്റി സൈൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും. അപ്പോൾ ഇത് റേഷണൽ നമ്പർ ആണെങ്കിൽ √5 ഈസ് ഓൾസോ എ റേഷണൽ നമ്പർ. എന്താ അത് റേഷണൽ ആണെന്ന് പറയാൻ കാരണം RHS റേഷണൽ ആണ്. അപ്പോൾ LHS എന്തായിരിക്കും, റേഷണൽ നമ്പർ ആയിരിക്കും. രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ √5 ഈസ് ഓൾസോ എ റേഷണൽ നമ്പർ. പക്ഷേ ആക്ച്വലി നമുക്കറിയാം √5 എന്ന് പറയുന്നത് റേഷണൽ നമ്പർ ആണോ, അല്ല. ബട്ട് വി നോ ദാറ്റ് √5 ആക്ച്വലി എന്താ നമുക്കറിയാം, ഈസ് എ ഇറേഷണൽ നമ്പർ. √5 എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് നമ്പറാണ്, ഇറേഷണൽ നമ്പറാണ് അല്ലേ. √2 √3 √5 ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാത്ത എല്ലാ നമ്പേഴ്സും എന്താ, ഇറേഷണൽ ആണെന്ന് അറിയാം. നോക്കൂ, നമ്മൾ നേരത്തെ ചെയ്തു വന്നപ്പോൾ ഇത് റേഷണൽ എന്നാണ് കിട്ടിയത്, പക്ഷേ ഇത് ആക്ച്വലി എന്താ, ഇറേഷണൽ ആണ് അല്ലേ. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടല്ലേ വരണേ. സോ വാട്ട് ഈസ് കോൾഡ്, ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. രണ്ടും രണ്ട് തരത്തിൽ വരുന്നെങ്കിൽ എന്താ പറയുക, കോൺട്രഡിക്ഷൻ. ചെയ്തു വന്നപ്പോൾ റേഷണൽ ആണെന്നാണ് കിട്ടിയത്, പക്ഷേ ആക്ച്വലി √5 എന്താ, ഇറേഷണൽ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ്. ഇവിടെ കോൺട്രഡിക്ഷൻ വന്നു അല്ലേ, രണ്ട് തരത്തിലാണ് വരുന്നത്. ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ്, വാട്ട് ഇസ് ദ റീസൺ, ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്. അങ്ങനെ സെൻറ്റൻസ് എഴുതണം അവസാനം. ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്. എന്തായിരുന്നു നമ്മുടെ അസംഷൻ, 3 + 2 √5 റേഷണൽ ആണെന്നാണ് നമ്മുടെ അസംഷൻ. അത് റോങ് ആണെന്ന് പറയുന്നു, തെറ്റാണ്. അപ്പോൾ ഏതായിരിക്കും ശരിയായിട്ടുള്ളത്, therefore അങ്ങനെ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പ്രോബ്ലം അവസാനിപ്പിക്കുന്നത്. ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ഇങ്ങനെ എഴുതണം കേട്ടോ, ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്, therefore 3 + 2 √5 ഈസ് ഇറേഷണൽ.
റാഷണലിന് എടുത്തപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ വന്നെങ്കിൽ ശരിയായിട്ടുള്ളത് എന്തായിരിക്കും? ഇറാഷണലാണ്. അപ്പോൾ ഇവിടെയും മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ അവസാനം എന്ത് എഴുതാം? ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ അസംഷൻ was wrong. Therefore 3 plus 2 root 5 is irrational എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം കേട്ടോ. കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസംഷൻ തെറ്റാണ്, അതുകൊണ്ട് 3 plus 2 root 5 is irrational ഇങ്ങനെ പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളെന്താണ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും, കോൺട്രഡിക്ഷനിലെത്തും. അപ്പോൾ നമുക്ക് അസംഷൻ തെറ്റാണെന്ന് പറയാം, അപ്പോൾ തന്നിട്ടുള്ളതായിരിക്കും കറക്റ്റ് എന്ന് പറയാം. ഇതിലെല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂട്ട് വരുന്ന ഒരു ടേമിനെ ഒരു സൈഡിൽ മാത്രമാക്കുക, ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൂട്ട് വരുമ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ റേഷണൽ ആണെന്ന് കിട്ടും, പക്ഷേ ഇത് ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കോൺട്രഡിക്ഷൻ വരുത്താം. ഇങ്ങനെയാണ് എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 കേട്ടോ, തേർഡ് മെയിൻ ക്വസ്റ്റ്യൻ. 2-3 സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 മെയിൻ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/√2. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഇങ്ങനെ ചെയ്യാം. ലെറ്റ് us assume that ഇത് ഇറാഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. 1/√2 is irrational. So let us assume that 1/√2 is rational. Irrational എന്ന് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് വിചാരിക്കും ഇത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും അല്ലേ. സോ ഇഫ് ദിസ് ഈസ് റാഷണൽ, വാട്ട് യു ക്യാൻ ഡു ക്യാൻ ബി റിട്ടൺ ആസ് a/b. p/q എന്നുള്ള സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത് കേട്ടോ. a/b വേർ a and b are co-prime. ഇതൊരു റേഷണൽ നമ്പർ ആണെങ്കിൽ അതിന് p/q എന്നുള്ള ഫോമിൽ എഴുതാം. കോമൺ ടേം ക്യാൻസൽ ചെയ്താൽ a/b എന്ന് എഴുതാം. വേറെ a and b are co-prime. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടുള്ള ടേം മാത്രം ഒരു സൈഡിൽ കിട്ടണം. അപ്പോൾ റൂട്ടുള്ള ടേം ഡിനോമിനേറ്ററിലല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × b is equal to √2 × a എന്നായി. ഇനി √2 മാത്രം ഒരു സൈഡിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു, റൂട്ടുള്ള ടേം മാത്രം ഒരു സൈഡിൽ. അപ്പോൾ എനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സോ വാട്ട് ഇറ്റ് വിൽ ബി 1 × b ഡിവൈഡഡ് ബൈ a. മൾട്ടിപ്ലിക്കേഷൻ വിൽ ചേഞ്ച് ഇൻടു ഡിവിഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു √2. സോ ഹിയർ ബി √2 അലോൺ ഓൺ വൺ സൈഡ്. കണ്ട, √2 മാത്രം ഒരു സൈഡിലാക്കി ഞാൻ. ഇനി നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. 1 × b is b, b/a is equal to √2. b is an integer, a is also an integer, which means integer by integer എന്ന് പറഞ്ഞാൽ ഏത് ഫോമാ? p/q അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് b/a ഈസ് റേഷണൽ. എന്തുകൊണ്ടാണ് റേഷണൽ ആയേ? ഇറ്റ് ഈസ് ഇൻ ഫോം ഓഫ് p/q, അതുകൊണ്ടാണ് റേഷണൽ എന്ന് പറഞ്ഞത്. b/a റേഷണൽ ആണെങ്കിൽ √2 ഈസ് ഓൾസോ റേഷണൽ. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റേഷണൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? റേഷണൽ ആയിരിക്കും, കാരണം രണ്ട് ഈക്വൽ അല്ലേ. സോ ഇഫ് b/a ഈസ് റേഷണൽ, √2 ഈസ് ഓൾസോ റേഷണൽ. ബട്ട് √2 നമുക്കറിയാം, √2 ഈസ് ആൻ ഇറേഷണൽ നമ്പർ. നമുക്കറിയാവുന്നതാണ് √2 റേഷണൽ അല്ല, ആക്ച്വലി എന്താ? ഇറേഷണൽ ആണ്, നമുക്കറിയാം അല്ലേ. നോക്കൂ, അപ്പോൾ ചെയ്തു വന്നപ്പോൾ റേഷണൽ നിന്ന് കിട്ടി, പക്ഷേ √2 ആക്ച്വലി എന്താ? ഇറേഷണൽ. അങ്ങനെയാണെങ്കിൽ എന്താ? അഗെയിൻ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഇവിടെ കോൺട്രഡിക്ഷൻ സംഭവിച്ചു അല്ലേ. രണ്ടും ആദ്യം പറഞ്ഞത് റേഷണൽ ആണെന്ന് ഇപ്പോൾ പറയണു ഇറേഷണൽ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രഡിക്ഷൻ ഹാപ്പൻസ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ assumption was wrong. Contradiction happened because our assumption was wrong. നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ സംഭവിച്ചത്. Then what you can say, therefore 1/√2 is actually എന്തായിരിക്കും? ഇറേഷണൽ. കണ്ടോ, നമ്മൾ തെറ്റായിട്ട് വിചാരിച്ചപ്പോൾ കോൺട്രഡിക്ഷനിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചത് തെറ്റാണ്. വാട്ട് വിൽ ബി ദ കറക്റ്റ് വൺ? 1/√2 ഈസ് ഇറേഷണൽ. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലം, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ കോൺട്രഡിക്ഷൻ എന്നുള്ളൊരു മെത്തേഡ് അപ്ലൈ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? റൂട്ടുള്ള ഒരു ടേം ഒറ്റയ്ക്ക് ഒരു സൈഡിലേക്ക് കിട്ടണം തനിയെ. വൺ സൈഡ് ഓൺലി റൂട്ട് ഓഫ് ദ ടേം ഷുഡ് കം, ദെൻ ഓൺലി വി ക്യാൻ പ്രൂവ് കോൺട്രഡിക്ഷൻ. റൂട്ട് വരുന്ന ടേം എലോൺ വൺ സൈഡ് കിട്ടണം, എന്നാലാണ് നമുക്ക് കോൺട്രഡിക്ഷനിൽ എത്താനായിട്ട് പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 കേട്ടോ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 7√5 ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഈസ് ഇറേഷണൽ. ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ഇറ്റ് ഈസ് ഇറേഷണൽ. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. 7√5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ലെറ്റ് us assume that, അസ്യൂം ചെയ്യണത് നേരെ തിരിച്ചല്ലേ, ലെറ്റ് us assume that 7√5 ഈസ് റേഷണൽ. അസ്യൂം ചെയ്യണത് നേരെ തിരിച്ചാണ്. ഈസ് റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു അല്ലേ. ഇനി ഇത് റേഷണൽ ആണെങ്കിൽ ഇതിന് ഏത് ഫോമിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് ഈക്വൽ ടു a/b where a and b are co-prime. ഇതേപോലെ തന്നെ a/b എന്ന് എഴുതാം. എയും ബിയും കോ പ്രൈം ആണ്, കോമൺ ആയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, റൂട്ടുള്ള ടേം മാത്രം ഒരു സൈഡിൽ വരണം അല്ലേ. അപ്പോൾ √5 അവിടെ നിർത്താം. വി ക്യാൻ ടേക്ക് 7 ടു ദ അതർ സൈഡ്. സോ a/b വാസ് ദർ. 7 മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക, ഡിവിഷൻ ആവും അല്ലേ. സോ b ഇൻറ്റു 7 അങ്ങനെ പറയാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 7 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ, ഡിവിഷൻ. സോ √5 ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ബി ഹാവിങ് a/b ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7b അല്ലേ. നോക്കൂ, a എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്, 7 ഒരു ഇൻറ്റീജറാണ്, b ഒരു ഇൻറ്റീജറാണ്. ഒരു ഇൻറ്റീജറും മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും വരിക. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഇൻ ഫോം ഓഫ് വാട്ട് ഇറ്റ് ഈസ് p/q, ശരിയല്ലേ. ഒരു നമ്പർ ബൈ വേറൊരു നമ്പർ എന്നുള്ള ഫോമിലാണ് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുക നിങ്ങൾക്ക്. സോ RHS p/q എന്നുള്ള ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ a/7b ഈസ് എ റേഷണൽ നമ്പർ. റൈറ്റ് ഹാൻഡ് സൈഡ് p/q എന്ന ഫോമിലാണ്, ഒരു ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ എന്ന ഫോമിലാണ് വരിക അല്ലേ. കാരണം 7 ഇൻറ്റു b എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ ആയിരിക്കും, a എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താ ഇൻറ്റീജറാണ്. അങ്ങനെയാണെങ്കിൽ a/7b ഈസ് എ റേഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ a/7b റേഷണൽ ആണെങ്കിൽ ആരും റേഷണൽ ആയിരിക്കും. √5 ഈസ് ഓൾസോ റേഷണൽ. സോ റൈറ്റ് ഹാൻഡ് സൈഡ് റേഷണൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, റേഷണൽ ആയിരിക്കും. ബട്ട് വി നോ ദാറ്റ്, വട്ട് യു നോ, √5 എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ആക്ച്വലി അത് റേഷണൽ അല്ല, എന്താ, ഇറേഷണൽ ആണെന്ന് നമുക്കറിയാം. സോ വി നോ ദാറ്റ് √5 ഈസ് ഇറേഷണൽ. നമുക്കറിയാം √5 റേഷണൽ അല്ല, ആക്ച്വലി എന്താ, ഇറേഷണൽ ആണെന്ന് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഷണൽ ആണെന്ന് പറയുന്നു, ഇവിടെ എന്താ, ഇറേഷണൽ ആണെന്ന് പറയുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, മെത്തേഡ് ഓഫ് എന്താ, കോൺട്രഡിക്ഷൻ അല്ലേ, കോൺട്രഡിക്ഷൻ സംഭവിച്ചു. ഈ കോൺട്രഡിക്ഷൻ സംഭവിക്കാൻ കാരണം എന്താ, അവർ അസംഷൻ വാസ് റോങ്. ദിസ് കോൺട്രഡിക്ഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്. നമ്മുടെ അസംഷൻ റോങ് ആണെങ്കിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ളത്, 7√5 ഈസ് ഇറേഷണൽ, അതായിരിക്കും കറക്റ്റ്. നമ്മൾ റേഷണൽ എന്നാണ് അസ്യൂം ചെയ്തത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ, 7√5 റേഷണൽ അല്ല, എന്തായിരിക്കും വരിക, ഇറേഷണൽ ആയിരിക്കും വരിക. ഇങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഒരേ മെത്തേഡ് തന്നെയാണ്. ഐഡിയ പിടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൽ ബാക്കിയുണ്ട്, അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. 6 + √2 സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, 6 + √2 ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഈസ് ഇറേഷണൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ, റേഷണൽ ആണെന്നല്ലേ. സോ ലെറ്റ് us assume that എന്താ അസ്യൂം ചെയ്യുന്നത്, 6 + √2 ഈസ് ഇറേഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക 6 + √2 ഈസ് റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതുന്നു പറഞ്ഞേ, അത് ഈക്വൽ ടു റേഷണൽ നമ്പർ ആണോ, ഉടനെ എന്ത് എഴുതാം, ഈക്വൽ ടു a/b എന്ന് എഴുതാം. വേർ a and b ആർ കോ പ്രൈം. റേഷണൽ നമ്പർ ആണെങ്കിൽ p/q എന്ന് എഴുതാം, കോമൺ ടേം ക്യാൻസൽ ചെയ്താൽ a/b എന്ന് എഴുതാം. ആ a/b എന്നുള്ള സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്, ഈക്വൽ ടു a/b. ഞാനിനി എന്താ പറഞ്ഞത്, റൂട്ടിൻ്റെ ടേം മാത്രം ഒരു സൈഡിൽ കിട്ടണം എന്നല്ലേ. സോ 6 ക്യാൻ ബി ടേക്കൺ ടു ദ അതർ സൈഡ്. √2 ഈസ് ഈക്വൽ ടു a/b + 6 അപ്പുറത്തേക്ക് പോകുമ്പോൾ -6. ഐ സീൻ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് വിൽ മേക്ക് മിസ്റ്റേക്സ് വെൻ യു ടേക്ക് വൺ ടേം ടു ദ അതർ സൈഡ്. ഒരു നമ്പർ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഏതാ ഓപ്പറേഷൻ എന്നുള്ളതാണ് ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്നത്. അപ്പോൾ അഡീഷൻ ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ എന്താ വരുന്നത്, സബ്ട്രാക്ഷൻ ആണ്.
മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താ വരിക, ഡിവിഷൻ. ആ സ്റ്റെപ്പ് എഴുതുമ്പോൾ തെറ്റിക്കരുത്. ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. √2 ഈസ് ഈക്വൽ ടു, ഇവിടെ എൽ സി എടുക്കാം അല്ലേ, 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ, ബി ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6b ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ബി. സോ എ മൈനസ് 6b ഡിവൈഡഡ് ബൈ ബി. ഇത് റേഷണൽ ആണെന്ന് നമുക്ക് പറയാം. കാരണം 6 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ഒരു ഇൻറ്റീജറാണ്. 6 കൊണ്ട് ബീനെ മൾട്ടിപ്ലൈ ചെയ്താൽ വേറൊരു ഇൻറ്റീജറാണ് അല്ലേ. അപ്പോൾ ഇതൊരു ഇൻറ്റീജറാവും. എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താ, ഇൻറ്റീജറാണ്. ഇൻറ്റീജർ മൈനസ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും വരിക, ഇൻറ്റീജറാണ്. ഒരു ഇൻറ്റീജറിന് വേറൊരു ഇൻറ്റീജർ മൈനസ് ചെയ്ത് നോക്കി, എപ്പോഴും ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും വരിക. ഡിനോമിനേറ്റർ ഓൾറെഡി എന്താ, ഇൻറ്റീജറാണ്. അപ്പോൾ ഇത് ഏത് ഫോമില വന്നിട്ടുള്ളത്, ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ എന്ന ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഏതാ, p/q എന്ന ഫോമാണ് അല്ലേ. സോ a മൈനസ് 6b ബൈ ബി ഈസ് എ എന്താന്ന് പറയാം, റേഷണൽ നമ്പർ. എന്തുകൊണ്ടാണ് റേഷണൽ നമ്പർ എന്ന് പറഞ്ഞ്, അത് p/q എന്നുള്ള ഫോമുല എഴുതാനായിട്ട് പറ്റും. ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ എന്നുള്ള ഫോമിലാണ് കേട്ടോ, അതുകൊണ്ടാണ് റേഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് റേഷണൽ നമ്പർ ആണെങ്കിൽ √2 ഈസ് ഓൾസോ എന്താന്ന് പറയാം, റേഷണൽ. കാരണം RHS റേഷണൽ ആണെങ്കിൽ LHS എന്തായിരിക്കും, റേഷണൽ. കാരണം രണ്ടും ഈക്വൽ അല്ലേ. സോ √2 ഈസ് ഓൾസോ റേഷണൽ. ബട്ട് നമുക്കറിയാം √2 ഈസ് ആൻ ഇറേഷണൽ നമ്പർ. നമുക്കറിയാം. ബട്ട് വി നോ √2 ഈസ് ഇറേഷണൽ. നോക്കൂ, ഇവിടെ റേഷണൽ, നമുക്കറിയണത് എന്താ, ഇറേഷണൽ. അപ്പോൾ രണ്ടും എന്താ പറഞ്ഞത്, കോൺട്രഡിക്ഷൻ വരികയാണ് അല്ലേ. ഇപ്പോൾ രണ്ട് കോൺട്രഡിക്ഷൻ വരാനായിട്ടുള്ള കാരണം എന്താ, ബിക്കോസ് അവർ അസംഷൻ വാസ് റോങ്. അസംഷൻ തെറ്റായതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നത് അല്ലേ. അസംഷൻ വാസ് റോങ്. എന്തായിരുന്നു നമ്മുടെ അസംഷൻ, ഇത് റേഷണൽ നമ്പർ ആണെന്ന്. അതായിരുന്നു, അത് തെറ്റാണെന്നാണ് പറയുന്നത്. സോ 6 + √2 ഈസ് എന്തായിരിക്കും, ആക്ച്വലി റേഷണൽ നമ്പർ എന്നുള്ളത് റോങ് ആണെങ്കിൽ ഏതായിരിക്കും കറക്റ്റ്, 6 + √2 ഈസ് ഇറേഷണൽ. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. നമുക്കൊന്ന് ചെയ്ത എല്ലാ പ്രോബ്ലം ഞാൻ ഒരേ ഐഡിയയിലാണ്, ഒരേ മെത്തേഡിലാണ് ചെയ്തത്. എന്താ, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. സിമ്പിളാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആദ്യം √2 √3 എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നോക്കി, √5 ഒക്കെ. പിന്നെ കഴിഞ്ഞപ്പോൾ സം ഓഫ് 2 ടേംസ്, ഒന്ന് റേഷണലും ഒന്ന് ഇറേഷണൽ ആയിട്ടുള്ള ടേമിൻ്റെ സമ്മ്, ഡിഫറൻസ് അങ്ങനെ വരുമ്പോൾ ഈ ടൈപ്പ് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യേണ്ടത് റൂട്ടുള്ള ടേമിനെ മാത്രം ഒരു സൈഡിലേക്ക് നിർത്തുക, ബാക്കിയുള്ള എല്ലാ ടേംസിനെയും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോഴാണ് കോൺട്രഡിക്ഷൻ വരുത്താനായിട്ട്. ക്ലാസ് ഈ എക്സസൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.